അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. പ്രസ്ഥാനി രംഗത്ത് ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ കേരള മുസ്ലിം ജമാഅത്ത് സ്റ്റേറ്റ് ഉപാധ്യക്ഷ എം കുഞ്ഞഹമ്മദ് ഹാജി, വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട അബ്ദുറഊഫ് സഖാഫി ഉസ്താദ്, അബ്ദുറഹ്മാൻ ഹാജി, അബ്ദുറബ്ബ് ഹാജി, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, പലരും മരിച്ച് മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഓർമ്മ മങ്ങലേൽക്കാറുണ്ട്, നന്നേ മറന്നു പോകാറുണ്ട്. മസൂദ് സഖാഫി വഫാത്തായി അനേകായിരങ്ങൾ, പതിനായിരങ്ങളുടെ നാക്കുകളിൽ നിന്ന് മസൂദ് സഖാഫിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ വിധത്തിലും പുതുതായി കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിനയവും ആത്മാർത്ഥതയും ടൈം മാനേജ്മെൻറ്റും വിഷയാവതരണ ശൈലിയും വിഷയത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകായിരം പ്രഭാഷകരുള്ള നാടാണ് കേരളം. ആ പ്രഭാഷകരുടെ ഒക്കെയും പ്രഭാഷണങ്ങൾ പലപ്പോഴും വലിച്ചു നീട്ടി വീണ്ടും നീട്ടി ഒന്നുമില്ലാതാവാറാണ് പതിവുള്ളത്. നാം മസൂദ് സഖാഫി ആവശ്യമുള്ളതേ പറയൂ, പറയുന്നതൊക്കെയും അത്യാവശ്യമായിരിക്കും, ഒന്നുപോലും വേസ്റ്റ് കാണാൻ കഴിയില്ല. മിനിയാന്ന് മഹാനുള്ള നാട്ടിലായിരുന്നു. ചെറപ്പാലത്താണ് ഇവിടെ വരുന്നതിന് മുമ്പ് 14 കൊല്ലത്തോളം ദർസ നടത്തിയത്. അവിടുത്തെ ഉറൂസിന് അനുസ്മരണ സമ്മേളനത്തിന് എത്രയാണ് ആള്. ആ ചെറപ്പാലം മഹല്ലത്തിൻ്റെ സാരഥികൾ ഈ മഹല്ലത്താക്കിയത് മസൂദ് സഖാഫി അവിടെ വന്ന് ദീനീ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയവരാണ്. അത് കഴിഞ്ഞ് മസൂദ് സഖാഫിയുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള അതിമനോഹരമായ പള്ളി മസൂദ് സഖാഫിൻ്റെ കൗറോഫിലാണ്. കണ്ണൂരിലുള്ള അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു ഹാജി അദ്ദേഹം പറയുന്നിടത്തൊരു പള്ളി ഉണ്ടാക്കാൻ, അതിമനോഹരമായ സൗകര്യപ്രദമായ പള്ളി ആ ഹാജി മസൂദ് സഖാഫിയിലുള്ള ഇഷ്ടം കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ്. ഏഴ് തവണയാണ് അവിടെ മയ്യത്ത് നിസ്കാരം നടന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ
ആ 2 or 3 വയസ്സായ കുഞ്ഞും 5 or 6 വയസ്സായ ഏക മകളും 10 or 11 വയസ്സായ മൂത്ത മകനും കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരെത്താത്തവർ എത്ര പേരുണ്ടായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഇതൊക്കെ നമുക്ക് പാഠമാവണം. തലേ ദിവസം ദേവറശോലെന്ന് വാഴ് കടിഞ്ഞ് സുബഹിന് മുമ്പ് എത്തിയതാണ്. ഒരസ്വസ്ഥയും പ്രയാസം അവിടെ നിന്ന് കണ്ടിട്ടില്ല. അന്ന് കാസർഗോഡ് വാഴ് ഏറ്റതാണ്. അൽ മുഹ്സിനു ഹയ്യുൻ വലൗ കാന ഫീ ദാരിൽ അംവാത്ത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇഹ്സാനാത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്ത്, അവർ ഈ ലോകത്തോട് മരിച്ച് മണ്ണിൽ കിടക്കുന്ന ആയിരങ്ങളിൽ ഒരുവനായി മണ്ണിൽ കിടക്കുമ്പോഴും അവർ എന്നെന്നും സുഖലോലുപരായി ഓടിച്ചാടി നടക്കും. അഥവാ അവരുടെ മനസ്സുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചിന്തകൾ, അവരുടെ ചെയ്തികളിൽ എല്ലാം ഓർത്തുകൊണ്ടേയിരിക്കും. ഇത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. അൽ മുസിയു മയ്യിത്തുൻ വലൗ കാന ഫീ ദാരിൽ അഹ്യ. ജീവിച്ചിരിക്കുന്നവരുടെ ഗണത്തിൽ അതീവ ചിന്താശൈലിയും കൂർമ്മതയും ഭാരമായ ബുദ്ധിയും എല്ലാം ഒത്തിണങ്ങിയാലും പക്ഷെ ജനങ്ങളെ വിഷമിക്കുന്ന പ്രയാസങ്ങൾ, ചെയ്തികൾ, ചിന്തകളുണ്ടെങ്കിൽ അവർ ജനമനസ്സുകൾ മരിച്ചിരിക്കും. ഞാൻ ഓർക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു VVIP ലുക്കിൽ നല്ലൊരു ചെറുപ്പക്കാരൻ വിനെ കാണാൻ വേണ്ടി വന്നു. നല്ല ഒരു സമൂഹത്തിലെ പരിഷ്കർത്താവ്, അല്ലെ വലിയ വ്യാപാരി, വ്യവസായി, ഒരു മന്ത്രി എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം വിഷയം അവതരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അയൽവാസി വളരെ മോശം സ്വഭാവമായിരുന്നു. വളരെ മോശം സ്വഭാവമാണ്. ആർക്കും അവനോട് ഇഷ്ടമില്ല, എല്ലാവർക്കും വെറുപ്പാണ്. ഞാനും അവൻ തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടായി. അത് മൂർജിച്ചു. ഒട്ടും മൂർച്ചയില്ലാത്ത ഒരു ചെറിയ കൊടാകത്തി എടുത്തിട്ട് ഞാൻ വെറുതെ ഒന്ന് കാലിന് വിട്ടു. ചോര ഒലിച്ചൊലിച്ച് ആരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ആരും ഡോക്ടറെ വിളിച്ചു പറഞ്ഞില്ല, ആർക്കും അവനോട് ഇഷ്ടമല്ല. അങ്ങനെ ഒലിച്ചങ്ങോട്ട് മരിച്ചുപോയി. എന്തൊരു ലാഘവത്തോടു കൂടെയാണ് അവൻ കൊന്ന പ്രതിയെക്കുറിച്ച് പറയുന്നത്. ഞാൻ അങ്ങനെ അത്ഭുതപ്പെടുമ്പനാ പടച്ചോനെ, ഇത്ര നല്ല ഹൈ ക്വാളിഫൈഡായ, ഹൈ എഡ്യൂക്കേറ്റഡായ, ഹൈ റെപ്യൂട്ടഡായ, ഹൈ പേഴ്സണാലിറ്റിയായിട്ട് എൻ്റെ മുമ്പിൽ അവതരിക്കുന്നത്. അവൻ ചോദിച്ചു, എവിടുന്നാ വരുന്നത്? കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്, പരോളിൽ വന്നതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ അവസ്ഥ എന്താണ്? പരമസുഖം. എന്താണ് അവൻ്റെ അവതരണം?
ഞാൻ ഇവർക്ക് തലക്ക് വല്ല അസുഖമുണ്ടോ അടച്ചോനെ? സെൻട്രൽ ജയിലിനെ കുറിച്ചൊക്കെ എങ്ങനെ ആരെങ്കിലും പറയുമോ എന്ന് പറയുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം പൊട്ടി 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 കരയാൻ തുടങ്ങി. പരിസരം മറന്നു ആ കരച്ചിൽ. ഞാനാകെ പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാനൊരു ഉയർന്ന തറവാട്ടിലാണ്. എൻ്റെ ചേട്ടാനുജന്മാരും വളിയന്മാരും ഒക്കെ വലിയ കോടീശ്വരന്മാരാണ്, ബില്ലീനിയറും മില്ലീനിയറും ഒക്കെയാണ്. എനിക്ക് 4 പെൺകുട്ടികളാണ്. അവർക്ക് 4 പേർക്കും വിവാഹപ്രായത്തിട്ടുണ്ട്. അവരെ കെട്ടിച്ചയക്കാൻ 200-300 പവൻ കൊടുക്കാൻ അവർക്ക് കഴിയും. എന്തും ചെയ്യാൻ അവർക്ക് കഴിയും. അവർ ചെയ്യും. പക്ഷേ എൻഗേജ്മെൻറ്റിനടുത്ത് ദിവസം പറഞ്ഞു ഉറക്കുക എന്ന് കേൾക്കുമ്പോഴായിരിക്കും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മക്കൾ. അദ്ദേഹം കരയുന്നു, നിർക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ കലാതിലകങ്ങളും കലാപ്രതികളുമായ അപാര ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള എൻ്റെ കുട്ടികളല്ലേ എന്നെ ശിക്ഷിക്കപ്പെടുന്നത്? അതെനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ 4 പെൺകുട്ടികളും ആരെയും കൊല്ലാൻ പോയിട്ടില്ല, ആരെയും വേദനിപ്പിക്കാൻ പോയിട്ടില്ല. അവർക്ക് എത്ര ആഭരണങ്ങൾ കൊടുക്കാനും അവരുടെ സഹോദര സഹോദരിമാർ, ഭാര്യയുടെ സഹോദര സഹോദരിമാർ റെഡിയാണ്. പക്ഷേ വാപ്പ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഇപ്പോഴും മക്കളുടെ പേരിൽ ചുമത്തപ്പെടുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും ഇതുപോലുള്ള തെറ്റുകൾ എന്നിലും നിങ്ങളിലും സംഭവിക്കരുത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനു ശരീഫാണ് നമുക്ക് സമാഗതമാകുന്നത്. ഇന്നെല്ലാ സ്ഥലത്തും റമദാനെങ്ങാനും മാസം കണ്ടാൽ എന്തായി. ഞാൻ കുറച്ച് നേരത്തെ എത്താൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അങ്ങനെ വല്ല ദിവസം കണ്ടാൽ വല്ല വിരും കിട്ടുകയാണെങ്കിൽ കോർണിഷ് പള്ളിയിൽ തന്നെ വിവരങ്ങൾ അങ്ങോട്ടേക്കായിരിക്കുമല്ലോ വരലുണ്ടാകുക. അവിടെ കാത്തിരുന്നതാണ്. എന്താ ഇപ്പം മാസം കണ്ടാ വരാൻ പോകുന്നത്? എന്തോ സംഭവിച്ച മാതിരിയുണ്ട്. സംഭവിക്കൽ തോന്നല് റംളാൻ 28 മാസം കണ്ടാ എന്താ കാട്ടുക എന്നാ. പെരുന്നാൾ കഴിക്കുക, നോമ്പ് കഴിക്കുക. പെരുന്നാൾ കഴിച്ചാൽ 28 നോമ്പേ നോറ്റിട്ടുള്ളൂ. ഒരു നോമ്പ് പോയി. നോമ്പ് നോറ്റാലാണോ മാസം കണ്ടിട്ട് പിന്നെ എങ്ങനെ നോമ്പ് നോൽക്കാൻ പാടുണ്ടോ? ഇതൊക്കെ പണ്ട് കാലങ്ങളും സംഭവിച്ചതാണ്. മഹാനായ ഇമാം നബി റഹിമഹുല്ലാഹു തആല തങ്ങൾ ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞതായി കാണാം. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ സ്ഥിരമായി മാസം കണ്ടെങ്കിലല്ലാതെ നോമ്പ് തോൽക്കാറില്ലായിരുന്നു, നോമ്പ് മുറിക്കാറില്ലായിരുന്നു. അതവർക്ക് നിർബന്ധമായിരുന്നു. ഏത് സമയത്തും മാസം കണ്ടെങ്കിൽ മാത്രമേ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കാണാം, അന്ന അലിയൻ കാന ലാ യസ്മു ഇല്ലാ ലിറുയ്യ, മാസം കണ്ടെങ്കിലല്ലാതെ നോമ്പ് നോക്കില്ല. ഔ ഇക്മാൽ അതിൽ ഷഅബാൻ, അല്ലെങ്കിൽ ഷഅബാൻ 30 ദിവസം പൂർത്തിയാവണം. എന്നിട്ട് പറയാണ്, സുംനാലാഹദി അലിയൻ സമാനിത്തം വൈശ്വര്യന യൗമൻ, അലി റളിയല്ലാഹു തങ്ങളുടെ കാലത്ത് ഞങ്ങൾ 28 നോമ്പ് നോറ്റു. ഫഅമറന അലിയും ബി ഖളാ യൗമിൻ, ശറഹുൽ മുഹദ്ദബിന്റെ ഇമാറത്താണ്. പെരുന്നാൾ ആഘോഷിച്ചു, നമ്മളോട് ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. ഖാൽ ഖതീബ് വകാന ശഹ്റു റമദാൻ തിൽക സന 29 യൗമ. അപ്പം ആ വർഷത്തെ റമദാൻ
29 ഷഅബാനും 29. പിന്നെ ഒരു ദിവസം കുറഞ്ഞു എന്ന കാരണം കൊണ്ട് അടുത്ത ദിവസം നോമ്പ് ഖളാ വീട്ടാൻ കൽപ്പിച്ചു. അതിലപ്പുറം എന്താ വരാനിരിക്കുന്നത്? അതിലല്ല ആശങ്കപ്പെടേണ്ടത്. മറിച്ച് റമളാൻ ഞാനും നിങ്ങളും ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ്. നിങ്ങളുടെ വീട്ടിൽ യാദർച്ഛികമായി ഏതോ ഒരു അതിഥി വന്നാൽ നിങ്ങൾക്കെല്ലാം എന്ത് കൊടുത്താലും അത് വലിയ സന്തോഷമാണ്. അതേ സ്ഥാനത്ത് 2 മാസത്തോളം എന്നും ചുരുങ്ങിയത് ഓരോ ദിവസവും 5 തവണ, അപ്പോൾ ഒരു മാസത്തിന് 150, 2 മാസത്തിന് 300 തവണ വിളിച്ചു വരുത്തിയ അതിഥി. ആ അതിഥി വരുമ്പോൾ ആ പ്രോട്ടോകോൾ അനുസരിച്ച് ആ അതിഥി അർഹിക്കുന്ന പരിഗണന നൽകിയില്ലെങ്കിൽ അത് വലിയ അപമര്യാദയായി മാറും. അങ്ങനല്ലേ റമദാനെ റജബ് 1 സുബഹിക്ക് തുടങ്ങിയില്ലേ, ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. റമളാനെ ഞങ്ങൾക്ക് എത്തിക്കണേ, റമളാൻ എത്തിക്കണേന്ന് ളുഹ്റിന് ദ്വാരണിയില്ലേ, അസറിന് ദ്വാരണിയില്ലേ, മഗ്രിബിന് ദ്വാരണിയില്ലേ, റജബ് മാസത്തിൽ 150 തവണ ചുരുങ്ങിയ ദ്വാരണിയില്ലേ, ഷഅബാനിൽ 150. അപ്പം 300 തവണ ഇൻവിറ്റേഷൻ ലെറ്റർ നടത്തി വീണ്ടും 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 ദുആ ചെയ്ത് സുന്നത്തുകളും മറ്റു ദുആകളും കൂട്ടിയാൽ വേറെ എത്രയോ 300കളായി മാറി. എന്നിട്ടാ റമളാനെ വേണ്ട വിധം സ്വീകരിക്കാതിരുന്നാൽ അത് വലിയ അപകടമാണ്, അത് വലിയ നാശമായി മാറും. എന്താണ് റമളാനിൻ്റെ അതിഥിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്? 6 കാര്യം നമുക്ക് കിട്ടണം റമളാനിൽ നിന്ന്. ഒന്നാമതായ റമളാൻ റാ എന്ന അക്ഷരം, രണ്ടാമത്തെ മീം എന്ന അക്ഷരം ധനിപ്പിക്കുന്നു, മൂന്നാമത്തെ ദ്വാദ്, നാലാമത്തെ അലിഫ്, അഞ്ചാമത്തെ നൂൻ. 5 അക്ഷരങ്ങൾ. റാ എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. അള്ളാഹു എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ഹു. ഹ, ഹു, ഹി, ഹയ്യ് എന്ന് പറയാറില്ലേ? ഹ അറിയുക, ഹു അവൻ, ഹി പറയുക, ഹയ്യുൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു എന്നതിൻ്റെ, ഹു എന്ന അള്ളാഹു എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയ പോലെ റമളാൻ ആ റഹ്മത്തിൻ്റെ ഷോർട്ട് ഫോമാണ്. റഹ്മത്ത് എന്താണ്? റഹ്മത്ത് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം, വെല്ലുവിളി റഹ്മത്തില്ലായ്മയാണ്. റഹ്മത്ത് ബറക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എന്തോ അന്ധവിശ്വാസമായിട്ട് മാറിക്കുകയാണ്, അഭ്യൂഹങ്ങളായി തോന്നലായി കരുതുകയാണ്. മഹാനായ ഇബ്നു ദബ്ബാഗ് റളിയല്ലാഹു തആല തങ്ങൾ ഇബ്രീസിൽ പറയുന്ന അർത്ഥം നൂറുൻ സാക്കിനും ഫിൽ ഖൽബി യഖ്തലി തഫദ്ദുല വൽ ഇഹ്സാൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും കുട്ടികളും തമ്മിൽ, അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിൽ, ഭരണകർത്താക്കളും ഭരണീയരും തമ്മിൽ, രാജാവും പ്രജയും തമ്മിൽ, തൊഴിലാളിയും മുതലാളിയും തമ്മിൽ, അങ്ങനെ സമൂഹത്തിൻ്റെ അഖില മേഖലകളിലും റഹ്മത്ത് വേണം. ഇന്ന് തൊഴിലില്ലായ്മ ഭീഷണിയാണ്, പട്ടിണി വെല്ലുവിളിയാണ്. അതെല്ലാം ലോകം ഒട്ടുക്കില്ല. ചില ഭാഗങ്ങൾ, ചില പ്രദേശത്ത്, എന്നാൽ ലോകത്ത് 800 കോടി ജനങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്, വെല്ലുവിളിയാണ് റഹ്മത്തിൻ്റെ ശൂന്യത. അഥവാ ഇവിടെ ധാരാളം സഹോദരിമാർ നിറഞ്ഞിരിക്കുന്നു, പല ദിക്കുകളിൽ നിന്നും വന്നവരാണ്. 2 LCD വെച്ചിട്ടൊന്നും മതിയായിട്ടില്ല എന്നാണ് കേട്ടത്. റബ്ബേ, ആ സഹോദരിമാർ വെച്ച ഓരോ കാൽപാദങ്ങൾക്കും ലക്ഷക്കണക്കിന് ഹസനാത്തിനെ രേഖപ്പെടുത്തണേ അല്ലാ.
ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരുടെയും ഭർത്താക്കന്മാർ അങ്ങകലെ മറ്റ് സ്റ്റേറ്റുകളിലോ വിദൂര ദിക്കുകളിലോ അല്ലെങ്കിൽ വിദേശത്തോ ആയിരിക്കും മിക്കവരും. ഭാര്യ ആലോചിക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമ ഭർത്താവ് അങ്ങകല സഹോദര മരുഭൂമിയിൽ, യുഎയുടെ തീക്കാറ്റടിച്ച് വീശുന്ന മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് എൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അരച്ചാൻ നീറ് തീർക്കാനല്ല, മറിച്ച് എൻ്റെയും എൻ്റെ കുട്ടികളെയും എൻ്റെ വീടും പറമ്പും സംരക്ഷിക്കാനാണ്. ആ ഭർത്താവിന് സമാധാനം നൽകലാണ് പ്രഥമവും പ്രധാനവുമായ ദൗത്യം. ആ ഭർത്താവിനെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. എപ്പം ഫോൺ ചെയ്താൽ ഞാൻ എടുക്കണം. ഞാൻ പള്ളി ജമാഅത്തിന് പോകാൻ പാടില്ല. ഞാൻ അങ്ങാടി കറങ്ങി നടക്കാൻ പാടില്ല. ഞാൻ സദാസമയത്തും ആ ഭർത്താവിൻ്റെ വീട്ടിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുക എന്നെൻ്റെ ബാധ്യതയാണ്. ഞാൻ ആ വീട് സംരക്ഷിക്കണം. എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ആ ഭർത്താവ് ഫോൺ ചെയ്താൽ വേദനാജനകമായൊരു വാർത്ത പറഞ്ഞ്, ഉമ്മൻ്റെ കുറ്റം പറഞ്ഞ്, നാത്തൂൻ്റെ കുറ്റം പറഞ്ഞ്, ഇളയച്ചി മൂത്തച്ചിയുടെ പ്രശ്നം പറഞ്ഞ്, പപ്പടം ചുട്ടിട്ട് ഉമ്മ പപ്പടം തരാത്തത് പറഞ്ഞ് വിഷമിപ്പിക്കാൻ പാടില്ല. അത് ഭർത്താവിന് സഹിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭർത്താവിന് പ്രശ്നങ്ങളില്ല എന്നാണോ? വിദേശത്തുള്ള ഭർത്താവ് AC റൂമിലിരുന്നു കൊണ്ട് സുഖലോലുപനായി കഴിയുന്ന ഭർത്താവ് ആലോചിക്കേണ്ടത്, ഞാൻ ബെഡ്റൂമിൽ സുഖലോലുപനായി കിടന്നുറങ്ങുമ്പോഴും ഈ ഫെബ്രുവരി 28 കൊടും ചൂടത്ത് രാവിലെ 5 മണിക്ക് അടുക്കളയിൽ പോയി ആ തീച്ചൂളയിൽ എൻ്റെ ഭാര്യ വെന്തുരുകുന്നത് എൻ്റെ ഭാര്യയുടെ അരച്ചാൻ വയറ് നിറക്കാനല്ല, എൻ്റെ മക്കളെ സംരക്ഷിക്കാനാണ്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സംരക്ഷിക്കാനാണ്. അവൾക്ക് എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യതയില്ല, എൻ്റെ ഉമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയില്ല, അവൾക്കൊരു സർവൻ്റ് വെച്ച് കൊടുക്കേണ്ട എൻ്റെ ബാധ്യതയാണ്. ഇങ്ങനെയൊക്കെ ഭാര്യ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ആ ഭാര്യ ഞാൻ വഞ്ചിക്കാൻ പാടില്ല. എനിക്കൊരു സൈഡ് ലൈൻ ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ അശ്ലീലങ്ങൾ കാണാൻ പാടില്ല. ഞാൻ അനാശാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടരുത്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ. എത്ര മറച്ചു വെച്ചാലും ഒരു നാൾ എൻ്റെ ഭാര്യ അതറിയുക തന്നെ ചെയ്യും. അപ്പത് ഭാര്യക്ക് പ്രശ്നമായി മാറും. ആ ഭർത്താവിനെ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല. ആയതുകൊണ്ട് ഭർത്താവിനെ ഭാര്യയെ വേദനിപ്പിക്കുന്ന വാക്ക് പാടില്ല, പ്രയാസപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്. ഇങ്ങനെ ഓരോരുത്തരും തൊഴിലാളിയും മുതലാളിയും. അതാണ് നൂറുൻ സാക്കിനും ഫിൽ ഖൽബി തഖ്തലി തഫദ്ദുല വൽ ഇഹ്സാൻ. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, 1991 വരെ കേരളത്തിൻ്റെ തകർച്ചകളും ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞ് ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതുണ്ടായാൽ ശരിയാവുന്ന എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ 1991 കേരളം 100% സാക്ഷരത കൈവരിച്ചു. അന്ന് വരെ കേരളത്തിൽ ഫാമിലി കോർട്ടില്ല. ഇപ്പോഴോ 92 കേരളത്തിലെ ഫാമിലി കോർട്ട് വന്നു. അന്ന് 4 ഫാമിലി കോർട്ട്. ഇപ്പോഴോ 5 വർഷം മുതൽ സമ്പൂർണ്ണ സാക്ഷരത കേരളം കൈവരിച്ചു. ഇപ്പോൾ ഓരോ നാട്ടിലും യൂണിറ്റിലും സൈക്കാട്രിസ്റ്റ് വേറെ, സൈക്കോളജിസ്റ്റ് വേറെ, കൗൺസിലേഴ്സ് വേറെ, കൗൺസിലിംഗ് സെൻ്ററുകൾ വേറെ. ഫാമിലി കോർട്ട് പറയേണ്ടതില്ല. എന്നിട്ടും 86,000 കേസ് നവദമ്പതികളുടേത് കോടതിയിൽ കെട്ടിക്കിടക്കുന്നു എന്ന കണക്ക് കേൾക്കുമ്പോൾ എത്രമാത്രം വേദനാജനകമാണ് ഇത് നൽകുന്ന സന്ദേശം.
കേവലം ഭൗതിക സാക്ഷരത കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. സാക്ഷരത വേണം, അത് തീർച്ചയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പോരാ, എക്സിക്യൂട്ടീവിലേക്കും ജുഡീഷ്യറിയിലേക്കും ലെജിസ്ലേറ്റീവിലേക്കും ജേർണലിസത്തിലൊക്കെ ഡെമോക്രസിയുടെ എല്ലാ പില്ലറുകളിലേക്കും എല്ലാ ഏരിയകളിലേക്കും നമ്മുടെ സമൂഹം എത്തിച്ചേരണം. അതിന് വേണ്ടതൊക്കെ നിങ്ങൾ ചെയ്യണം, അത് നിർബന്ധമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം മതിയാകുന്നില്ല. അതുകൊണ്ട് മാത്രം ഗാനം മതിയാകുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഇന്നലെ മിനിയാന്നും കഴിഞ്ഞ ദിവസങ്ങൾ നടന്നത് എത്ര അപകടങ്ങളാണ്. മഅദിൻ അക്കാദമിയിൽ 55 സ്ഥാപനം തുടങ്ങിയെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയില്ല, ഞാൻ വല്ലാതെ വേദനിക്കേണ്ടി വന്നത്. ഹയാത്ത് കാലത്ത് തുടങ്ങേണ്ടി വരുമെന്ന് ധരിച്ചതായിരുന്നില്ല. മിംഹാർ മെന്റലി പ്രോബ്ലം ഉള്ളവർക്ക് അവിടെ 20,000 ആളുകൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ വേദന എത്രയാണ്. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ട മസൂദ് സഖാഫിയുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠനും അനുജനും ഇവിടുത്തെ മുദരിസ് എല്ലാം ജയന്തി മുസ്ലിയാരല്ലേ, ജലാശനി ഇവിടുത്തെ മുദരിസ് ജലാശനി, റബ്ബേ അവർക്കെല്ലാം നീ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞാൻ സംസാരം ചുരുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എത്ര വേദനാജനകമാണ്. മഅദില്ല മിംഹാറിൽ നിന്ന് 20,000 ആളുകളെയാണ് അവരെ കൊണ്ടുവരുമ്പോൾ ടെസ്റ്റ് നടത്തിയാൽ, യൂറിൻ ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ ആൽക്കഹോളിൻ്റെ ആധിക്യം കാണുമ്പോൾ വല്ലാതെ വിഷമിച്ചു പോവുകയാണ്. എന്നല്ല, മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ കേരളത്തിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും സീറ്റ് ഒടിവില്ല. എന്നിട്ടും എത്രയാണ് ആധിക്യം. കേരളത്തിലെ ഏറ്റവും വലിയ പ്രഗത്ഭനായ എംഎംആറിലൊരു MLA കഴിഞ്ഞ ദിവസം വിളിക്കുകയാണ്, എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ട 17കാരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, അവിടെ അഡ്മിറ്റ് ചെയ്യണം മിംഹാറിൽ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റൂല, കേരള ഗവൺമെൻറ് നിയമം അങ്ങനെയാണ്. 18 വയസ്സിൻ്റെ താഴോട്ട് മൈനറാണ്. മൈനർ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ രക്ഷിതാവ് ആരെങ്കിലും വേണം, കൂടെ ഇല്ലാതെ അഡ്മിറ്റ് ചെയ്താൽ പ്രശ്നമാകും. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക്, 50 വയസ്സ് വരെയും പള്ളിയിലും മദ്രസയിലും നിസ്കാരങ്ങളിലും നോമ്പുകളിലും ദാനധർമ്മങ്ങളിലും പള്ളി പരിപാലനത്തൊക്കെ നന്നായി ശ്രദ്ധ ചെലുത്തിയിരുന്ന നാട്ടിലെ ദീനി ഭക്തനായ മനുഷ്യൻ 50 വയസ്സ് വരെ അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം. 50 വയസ്സിന് ശേഷം ജോലി ആവശ്യാർത്ഥം മറ്റൊരു നാട്ടിലേക്ക് പോയി, കൂട്ടുകെട്ട് മാറി, ലഹരിക്കടിമപ്പെട്ടു. മാറാൻ വേണ്ടി സഹോദര സമുദായങ്ങൾ ക്രിസ്ത്യൻ മിഷയുടെ ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തു. ഇപ്പം അദ്ദേഹം ക്രിസ്ത്യാനിയായിരിക്കുന്നു. ഇനി ഇവനെയും കൂടി ഞാൻ ക്രിസ്ത്യാനിയാക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം. സഹിക്കാൻ കഴിയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു 10 ഏക്കർ സ്ഥലം ഇതിനായി നീക്കി വെക്കാനുള്ള ശ്രമത്തിലാണ്. അടുത്ത നിയമസഭയിൽ ഈ ബില്ല് ഭേദഗതി ചെയ്യാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ആയിത്തീർന്നത്? കുട്ടികളൊന്നും ഒരിക്കലും നന്നാകൂല, ശരിയാകൂല, വിജയിക്കൂല. എന്തെല്ലാം ശാപവചനങ്ങളാണ് അധ്യാപകന്മാർ, ഉപ്പമാർ നൽകുന്നത്. സാധാരണ മദ്രസയിൽ
സ്കൂളിൽ ഫുൾ A+ കിട്ടുന്ന കുട്ടികൾ എത്ര ഉണ്ടാകുന്നുണ്ട്? 1-2 കുട്ടികൾ. അതിനെന്തൊരു പ്രോത്സാഹന, എന്തൊരു സമ്മാനാണ്. ഞാനും അതിലങ്ങനെയൊക്കെ കുറേ കൊടുത്തിരുന്നു. പിന്നെ കുറച്ചു കാലമായി ആ തിയറൊന്നും ശരിയല്ല. മുഴുവൻ കുട്ടികളും ഫുൾ A+ വാങ്ങിയാൽ പോരാ, ഡബിൾ A+ വാങ്ങിയാൽ പോരാ, ഫുൾ മാർക്ക് വാങ്ങണം. അതൊക്കെ നടക്കുമോ കഴിയൂലെന്നൊക്കെ വലിയ സംശയങ്ങളും ധാരണകളും. നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല, പത്രങ്ങളിലും മറ്റുമൊക്കെ മാജിൻ ക്യൂലാൻഡിലെ മുഴുവൻ കുട്ടികളും സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയിൽ 300-ൽ 300 മാർക്ക്, ഒരു കുട്ടിക്ക് പോലും 299 മാർക്കായിട്ടില്ല. മനസ്സിലാക്കണം. അപ്പം നമ്മുടെ മക്കളൊക്കെ അപാര കഴിവുണ്ട്. പലപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങൾ തന്നെ 9ാം ക്ലാസ്സിലാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിക്കൽ. അതിന് അധ്യാപകർ 10ാം ക്ലാസ് രണ്ടും കൂടി ഡിഫിക്കൽട്ടാണ്, അത് ടൈറ്റാണ്, അത് കുട്ടിക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ മൂക്കാതെ പോപ്പിക്കണ പണി. ക്ലാസ്സൊന്നും പൂർത്തിയാക്കാതെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കാൻ വരും. മായതിൽ തുടങ്ങി 28 കൊല്ലം ഇന്ന് വരെ അങ്ങനെ എഴുതിച്ചിട്ടില്ല. 2 പരീക്ഷ ഒന്നിച്ച് തന്നെ എഴുതിയത്. 2 കുട്ടികൾക്ക് താങ്ങാൻ കഴിയും എന്നല്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായ റിസൾട്ട്, മുത്താലിമീങ്ങൾക്ക് JRF കിട്ടിയ നിങ്ങൾ അറിഞ്ഞോ? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപ UGC കൊടുക്കാതെ പഠിക്കണേന്. MBBS പഠിക്കുമ്പോൾ 2 കോടി 3 കോടി അങ്ങോട്ട് മാനേജ്മെന്റ് കോട്ടയിൽ കെട്ടിവെക്കുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യാണ്, ഇങ്ങോട്ട് കിട്ടൂല. അതേ സ്ഥാനത്ത് ഇത് കിതാബ് ഓതുന്ന കുട്ടിയേക്ക് ഓരോ കുട്ടിക്കും 25 ലക്ഷം രൂപ, അങ്ങനെ 9 കുട്ടിക്ക് 2.25 കോടി രൂപ UGC ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുകയാണ്. പഠിക്കുന്ന കുട്ടികൾ പഠിക്കുമ്പോൾ മാസം പ്രതി 40,000-45,000 കിട്ടി. ആ പൈസ കൊണ്ട് വീടുണ്ടാക്കിയ കുട്ടികളുണ്ട്, അതിനിമാരുണ്ട്. വാതിൽ ഇപ്പോൾ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ സേവനം ചെയ്യുന്ന സുബൈർ അംജദി 2 PhD ആണ്. ജർമ്മനിലൊരു PhD, അറബിക്കൊരു PhD. ബൈലാവിയും അതുപോലെ തന്നെ ജമ്മുൽ ജവാമിയൊക്കെ ഓതിക്കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് 210 മാർക്കിനാണ് മാജിൻ ദവ തുടങ്ങിയപ്പം വന്ന് ചേർന്നത്. പക്ഷേ അദ്ദേഹത്തിന് JRF കിട്ടിയ കാശ് കൊണ്ടാണ് അദ്ദേഹം എന്തുണ്ടാക്കിയത്? വീട് ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, ഇതൊക്കെ പല യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ചർച്ചയാണ്. നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലൂടെയാണ്. ഈ കുട്ടികളൊക്കെ ഭൗതിക വിഷയങ്ങളല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്, മതവിദ്യാഭ്യാസമല്ലേ ഫോക്കസ് ചെയ്യുന്നത്. അവർക്കിത് സൈഡല്ലേ, അവർ റെഗുലറായിട്ടല്ലല്ലോ പഠിക്കുന്നത്, ഡിസ്റ്റൻസ് ആയിട്ടല്ലേ പഠിക്കുന്നത്. എങ്ങനെയൊക്കെ എന്തെല്ലാം മേഖലകളിലൂടെയാണ് ചിന്തകൾ വരുന്നത്. ഞാനിത് പറയുന്ന നമ്മുടെ മക്കളൊക്കെ നന്നായി പഠിപ്പിക്കണം ഉദ്ദേശിച്ചാൽ 2 വിദ്യാഭ്യാസവും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ ആ കുട്ടികളുമായി നിങ്ങളെ കൂട്ടിച്ചേർക്കുക. ഈ ലഹരി കൂട്ടുകെട്ടുമായി ഞാനിവിടെ പറയുന്നു, ഇവിടുത്തെ മദ്രസ തറക്കല്ലിട്ടത് ഇവിടെ തന്നെയല്ല മദ്രസ. ഈ മദ്രസക്ക് വേണ്ടി മസൂദ് സഖാഫിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ മദ്രസ. എല്ലാവരും അതിനെ സഹായിക്കണം. മദ്രസ പഠനം കൊണ്ട് നിർത്തരുത്. ഇന്ന് ഇഷ്ടം പോലെ നിങ്ങളുടെ കുട്ടികൾ 2 സമന്വയിപ്പിച്ച് പഠിപ്പിക്കാൻ ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. മഅദിൽ തന്നെ 55 സ്ഥാപനങ്ങളിൽ മുത്തവ്വൽ വിദ്യാർത്ഥികൾക്ക് റെഗുലറായി MBA പഠിക്കാൻ സംവിധാനമുണ്ട്. അവർക്ക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ, അവർക്ക് മാനേജ്മെന്റ് പഠിക്കാൻ, അവർക്ക് ആർട്സ് പഠിക്കാൻ, അവർക്ക് സയൻസ് പഠിക്കാൻ അംഗീകൃത സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകുന്ന സംവിധാനത്തോടുകൂടി. എന്നിട്ടോ 2ലും കുട്ടികൾ നല്ല മാർക്കോടെ, കിതാബ് അപാരമായ കിതാബ് കഴിവോടുകൂടെ 67 രാജ്യങ്ങളുമായി ഇതിൻ്റെ സന്ധികളെത്താൻ തുടങ്ങിയിട്ടുണ്ട്. 2500 മതവിരുദ്ധധാരികൾ ഇറങ്ങി, 3100 എഞ്ചിനീയർമാരിറങ്ങി,
280 MBBSകാരിറങ്ങി, 128 PhD ഹോൾഡേഴ്സ്. മനസ്സിലാക്കണം. അപ്പം ഞാൻ ഈ കുട്ടികളുടെ പരിധി, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ദർസുകൾ കുട്ടികളെ ചേർത്തി, ദഅവാ കോളേജുകൾ കുട്ടികളെ ചേർത്തി 2 വിദ്യാഭ്യാസവും കൂടി സമന്വയിപ്പിച്ച് നൽകിയാൽ നമ്മുടെ മക്കൾ നാടിന് ശാപമാകൂല, നമ്മുടെ മക്കൾ നാടിന് കേടാകൂല. ആ മക്കൾ ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുക തന്നെയും ലോകോത്തര പ്രതിഭകളാവുക തന്നെ ചെയ്യും. ഒരു 10-20 കൊല്ലം മുമ്പ് ഇങ്ങനൊരു സംവിധാനം കേരളത്തിലില്ലായിരുന്നു. മാത്രമല്ല, ഇങ്ങനൊരു സംവിധാനം ഇന്ന് ലോകത്ത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ടും നമ്മൾ ഈ സമയം ഇത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. വേങ്ങരയല്ലേ ഇന്നലെ മിനിയാന്ന് സ്വന്തം മുമ്മയെ കത്തിക്കൊണ്ട് കുത്തിയേൽപ്പിച്ചു. 3 കൊല്ലമായി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടത്. ഈ തവണ റംസാൻ 27-ാം രാവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് 50,000 കുടുംബങ്ങളിലേക്ക് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനാണ് ഞങ്ങൾ ഈ റംസാൻ 27-ാം രാവിൽ സന്ദേശമായിട്ട് ഞങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിച്ചത്. ഓരോരുത്തരും കൂട്ടമായി ഇന്നലെ മിനിയാന്നൊക്കെ കുറേ പത്രക്കാർ വന്നിരുന്നു. ഇന്നിങ്ങോട്ട് വരാൻ നേരത്ത് റംസാൻ ആകുമോ എന്ന കാരണം കൊണ്ട് ധാരാളം ചാനലുകൾ വന്നിരുന്നു. എല്ലാ ചാനലുകാരോടും പറഞ്ഞത്, ഇനി ലോകം ശ്രമിക്കേണ്ടത്, ഇന്ന് കേരളം പുകവലി നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ലേ, ശ്രീധരം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ലേ, എന്തെല്ലാം തോന്നിവാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇനി ചെയ്യേണ്ടത് ലഹരിക്കെതിരെയാണ് കൂട്ടമായി. അതിന് നിങ്ങൾ വേണ്ടത് ഓരോ മഹല്ലത്തിലെയും കാരണവന്മാർ, കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുക. അവിടെ അതിനഡിക്റ്റായ ആളുകളെ അഡ്മിറ്റ് ചെയ്യേണ്ടടുത്ത് അഡ്മിറ്റ് ചെയ്യുക. വല്ലപ്പോഴും അഡിക്റ്റായിട്ടില്ല, ഏതെങ്കിലുമൊക്കെ ഓണം വിഷു ആഘോഷ ദിവസങ്ങളിൽ അല്പസ്വല്പമൊക്കെ കുടിച്ച് സ്വാദറിഞ്ഞവരെ കൗൺസിലിംഗ് നടത്തുക, അല്ലാത്തവരെ ബോധവൽക്കരണം നടത്തുക. അങ്ങനെ CK നഗറിൽ ഒരാൾ പോലും ലഹരി രുചിക്കുന്നവരുണ്ടാവരുത്. അതിന് നിങ്ങളുടെ കുട്ടികളൊക്കെയും ഇവിടുത്തെ ദർസ് ചേർത്തുക, എന്നിട്ട് കൂട്ടുകെട്ട് നന്നായി തീർക്കുക. പ്രിയപ്പെട്ട MA കുഞ്ഞഹമ്മദ് ഹാജി, ഞാൻ അതുകൊണ്ട് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇനി മഹല്ലത്തുകളൊക്കെ ചെയ്യേണ്ടത്, അൽഹംദുലില്ലാ കുഞ്ഞഹമ്മദിയെ പോലുള്ള നേതൃത്വങ്ങൾ ഉമറാക്കളത് തീരുമാനമെടുത്താൽ അൽഹംദുലില്ലാ നടുവില പള്ളിയും തായച്ചിര പള്ളിയും മേലേച്ചിര പള്ളിയും തിരങ്ങാട് പള്ളിയും മാർക്കറ്റ് പള്ളിയും ഇത്ര വലിയ സൗധങ്ങളൊക്കെയും ഈ നാടിന് പടുത്തുയർത്താൻ കഴിഞ്ഞില്ലേ? കുഞ്ഞഹമ്മാജിക്ക് നേതൃത്വം നൽകി പൂർണ്ണാരോഗ്യ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ക്ഷീണം തളർച്ച മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. തിരുമങ്ങാടി സംയുക്ത മഹല്ലത്തിൻ്റെ കീഴിൽ ഇത്തരം ഒരു ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് അത് വ്യവസ്ഥാപിതമായിട്ട് ഈ റമദാനോടുകൂടെ വളരെ വ്യവസ്ഥാപിതമായി ഇത് നടത്തിയില്ല എങ്കിൽ ഓരോ കാലത്തും ചെയ്യേണ്ടത് അതാത് കാലത്ത് ചെയ്യുക. സത്യത്തിൽ ഇത് കുടിച്ചവരായിരിക്കും. ഞാൻ പലർക്കും വഴുതു പറഞ്ഞാണ്. എന്നാ വഴുതു പറഞ്ഞ കൂട്ടക്കരച്ചിൽ കണ്ടത് കള്ളുടന്മാരോട് അതർക്ക. അവരോടങ്ങ് പറയുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹം അവർക്കുണ്ട്. എനിക്ക് കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞ് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 10 ലക്ഷം രൂപ മകൻ്റെ കള്ളുകൂടി മാറ്റിക്കൊണ്ട് മതിന് സംഭാവന ചെയ്തവരൊക്കെ ഉണ്ട്. അറിയണം എന്താ അവൻ്റെ ഒക്കെ അവസ്ഥ. ഒരിക്കലും മാറൂല, നഷ്ടപ്പെട്ടു എന്ന ഒരു ഉയർന്ന പോലീസുകാരൻ എന്നോട് പറഞ്ഞത്. എൻ്റെ മകനിക്ക് SLC കഴിഞ്ഞിട്ട് ഇനിയാണ് എനിക്ക് പേടി. ആ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവൻ ഇതേ രൂപത്തിൽ നിലനിർത്തുന്ന കണ്ടാൽ ഞാൻ 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കും. ഇനി അങ്ങോട്ട് +1 +2 വിട്ടാൽ, ഡിഗ്രിക്ക് വിട്ടാൽ, PGക്ക് വിട്ടാൽ
അവൻ എന്തായി പോകുമെന്നാണ് എൻ്റെ ആശങ്ക. നന്നായി ആശങ്കപ്പെടേണ്ട ഒന്നാണ്. നഊദു ബില്ലാഹ് റബ്ബേ, കാത്തുരക്ഷിക്കണേ അല്ലാഹ്, കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് സഹോദരിമാരാണ്. കുട്ടികളുടെ സ്വഭാവം മാറുമ്പോൾ പെരയിലേക്ക് വരുന്ന സമയം വൈകിയാൽ, അവർ ഉമ്മ ഉപ്പനുള്ള സമീപനങ്ങൾ മാറിയാൽ, അവർ ചിരിയും കളിയും മാറി കൂട്ടുകെട്ട് മാറിയാൽ, അപ്പോഴൊക്കെയും മനസ്സിലാക്കണം കുട്ടി കൂട്ട് മാറുന്നുണ്ട്. ഇന്നലെ വരെ സ്കൂളിൽ നിന്ന് കൃത്യമായി 4 മണിക്ക് വിട്ടാൽ 4:00 എത്തിയിരുന്നുവെങ്കിൽ 5-5:30 എത്തുമ്പോൾ അത് കുട്ടികളല്ലേ, ആൺകുട്ടികളല്ലേ, സാരല്ല എന്നൊക്കെ പറഞ്ഞാൽ വലിയ അപകടത്തിലേക്കായിരിക്കും എത്തിപ്പെടുക. കുട്ടികളെ ഈ കൂട്ടുകെട്ടിൽ നിങ്ങൾ പെടുത്തരുതേ. നിങ്ങളതിന് എല്ലാ അർത്ഥത്തിലും തടയിട്ട് പറഞ്ഞ് ബോധവൽക്കരിച്ച് മാറ്റിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞ്. അപ്പോൾ ഒന്ന് റഹ്മത്ത്, രണ്ടാമത്തത് മഗ്ഫിറത്ത്, മൂന്നാമത്തത് ലമാൻ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുക. 4 അമാനും മേൽ അദാബ്. 5 തങ്ങം ജിഫ്രി തങ്ങളല്ലേ, അൽഹംദുലില്ലാ കബൂലാക്കണേ. ഈ 5 കാര്യങ്ങൾ റമദാൻ കൊണ്ട് നേടിയെടുക്കാൻ കഴിയട്ടെ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം ചുരുക്കും. ഞാൻ റഹ്മത്തിൽ ചെറിയ ഭാഗമേ തുടങ്ങിയിട്ടുള്ളൂ. ഇത് റാഗ് പറയേണ്ടതുണ്ട്, മീമു മഗ്ഫിറത്ത് പറയേണ്ടതുണ്ട്, ലമാനും ബിൽ ജന്ന. ഈ 6 കാര്യം റമദാൻ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യം അപകടമാണ്. നമ്മുടെയൊക്കെ പള്ളികളിൽ റമദാൻ 26-നാ തോപ അടക്കാറ്. അവസാനത്തെ വെള്ളിയാഴ്ച തോപ അടക്കൽ. എന്നിട്ട് അവസാനത്തെ വെള്ളിയാഴ്ച തോപ ചെയ്ത് പിന്നെ പിറ്റേ ദിവസം പള്ളിയിൽ ആരെയും കാണില്ല. ഇതൊക്കെ എന്ത് തൗബയാണ്? മഹാനായ ഫുളൈൽ നബി റളിയല്ലാഹു അൻഹുവിന്റെ തൗബ, ജഅൽതു തൗബതി മുജാവറത്തിൽ ഹറമൈനി ശരീഫൈൻ. ഫുളൈൽ നബി റളിയല്ലാഹു തങ്ങൾ തൗബ ചെയ്തിട്ട് 30 കൊല്ലം മരിക്കുന്നത് വരെയും പിന്നെ മസ്ജിദുൽ ഹറാം മസ്ജിദുൻ നബവി വിട്ട് മറ്റൊരിടത്തും പോയിട്ടില്ല. മനസ്സിലാക്കണം. വെറും മസ്ജിദുൽ ഹറാം മസ്ജിദ് തൗബ ശരിയായിക്കണോ ഇല്ലെന്ന് മനസ്സിലാക്കാനുള്ള അടയാളാണ്. പിറ്റേന്നത്തെ ജീവിതത്തിൽ വല്ല മെച്ചം ഉണ്ടോ ഇല്ലേ? റമദാൻ 26 അതിഗംഭീര തൗബ. എന്നിട്ട് പിറ്റേന്ന് സുബഹിക്ക് ജമാഅത്ത് ഇല്ല. നിങ്ങൾ നോക്കണ്ടി, ചില പള്ളികളിലൊക്കെ റമദാൻ 27 അന്ന് പകല് ളുഹറിന് ആൾ പറയും, 27 അന്ന് പള്ളി കണ്ട് നിറഞ്ഞ് കവിഞ്ഞ് എന്തായിരിക്കും. ഇൻഷാ അല്ലാഹ് നാളെ കടലുണ്ടി കോർണീഷ് പള്ളിയിൽ 1 തന്നെ തൗബയാണ്. റമദാൻ ആദ്യത്തിലെ ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്നത്. മിക്കവാറും നാളെ മാസം കാണും എന്നാണ് സാധ്യതയുള്ളത്. ദാരിദ്ര്യമില്ലാതിരിക്കാൻ നാളെ ചെല്ലേണ്ട പ്രത്യേക ദിക്റുകൾ, ദുആകൾ അതെല്ലാം നാളെ കോർണിഷ് പള്ളിയിൽ നിന്ന് ചൊല്ലി തറാവീഹ് കഴിഞ്ഞ് തൗബ മജ്ലിസ്. നമുക്ക് കുട്ടികളെ, ഇനി ഞാൻ ഒന്നുകൂടി പറയട്ടെ, ചില കള്ളുടിച്ചിലെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർത്തിരുന്ന കുട്ടികളൊക്കെ പള്ളിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കുറച്ച് കാരണന്മാരുണ്ടാവും പള്ളിയുടെ വരാന്തയിൽ. ഓൻ്റെ തൗബ എന്ത് തൗബയാണ്? ഓണ്ട നന്നാക്കാൻ പോണ് ഓൻ. ഒരു കാര്യം മനസ്സിലാക്കണം, മഹാനായ താജുദ്ദീൻ അബുൽ ഫദ്ൽ ഇല്ലാഹി സിക്കന്ദർ റളിയല്ലാഹു തആല തങ്ങൾ ആരാന്നറിയോ? കാദൽ ഹിക്മു അൻ യകൂന ഖുർആനൻ യുത്ലാ. ലോകത്ത് പരിശുദ്ധമായ ഫുർഖാൻ അലീം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓതപ്പെടുന്ന ഗ്രന്ഥാണ് ഹിക്മ്. മഹാനാ താജുലുമയുടെ അടുക്കൽ വെച്ചിട്ട് 8 കൊല്ലം വിനീതൻ ഹിക്മ്
എല്ലാ മാസവും താജുമന്റെ മജ്‌ലിസിൽ വായിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഹിക്കമിൽ കാണാം, കം മിൻ മഅസിയത്തിൻ ഔറസത് ദുല്ലം വ ഇൻകിസാറാ ഖൈറും മിൻ തഅത്തിൻ ഔറസത് ഇസ്സം വസ്തിക്ബാറാ. താജുലും എല്ലാ റമദാൻ 27-ാം രാവിനും സ്വലാത്തിന് വരുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, ഈ സദസ്സിൻ്റെ ഏതോ ഒരു മൂലയിൽ ഒരു സാധുവായ മനുഷ്യരുണ്ടാകും, മുഖ്ലിസായ നിഷ്കളങ്കയായ മനുഷ്യരുണ്ടാകും. വേദിയുള്ള ആളായിക്കൊള്ളണമെന്നില്ല, അവൻ്റെ ദുആയിരിക്കും അല്ലാഹു തആല സ്വീകരിക്കൽ. അതുകൊണ്ടാണ് രക്ഷപ്പെടുക. ഒരു കള്ളു കുടിച്ച മനുഷ്യൻ, കൊന്ന മനുഷ്യൻ, എല്ലാ തെറ്റുകുറ്റങ്ങളും ചെയ്ത മനുഷ്യൻ, പക്ഷെ അവൻ പശ്ചാത്താപിച്ചിരിക്കുന്നു, അവൻ നന്നാകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി തെറ്റുകൾ ചെയ്യില്ലെന്ന് റബ്ബിനോട് പ്രതിജ്ഞ ചെയ്ത് തൗബ ചെയ്ത് വന്ന മനുഷ്യനാണ്. എന്നാൽ വലിയ താടി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മാസം ബാർബർ ഷാപ്പ് പോകാൻ ആ താടി വലുതാകും. ടെക്സ്റ്റൈൽസിൽ നിന്ന് വലിയ ഓയിൽ കിട്ടിയാൽ തലക്കെട്ട് കട്ടിയിൽ ആർക്കും കെട്ടാൻ കഴിയും. ഇതുകൊണ്ടൊന്നും ആയില്ല. മറിച്ച് അവൻ്റെ മനസ്സിലെങ്ങാനം ഞാൻ രക്ഷപ്പെട്ടു പോയി, ഞാൻ വിജയിച്ചു പോയി, എനിക്ക് ദുആ വേണ്ട, എനിക്ക് ദിക്ർ വേണ്ട, എനിക്ക് സ്വലാത്ത് വേണ്ട, എനിക്ക് ആരും ഉപദേശം വേണ്ട. കുട്ടികളൊക്കെ വഴുത് കിട്ടോളി. എന്നിട്ട് മൂപ്പരിങ്ങനെ അവിടെ കിടന്ന് സ്വറക്കാൻ, എടോ നിന്റെ നിസ്കാരം വലിച്ചെറിയൂ, നിന്റെ നോമ്പ് വലിച്ചെറിയൂ, നിന്റെ ദാനധർമ്മങ്ങൾ വലിച്ചെറിയൂ. അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കും തോറും എൻ്റെ മനസ്സ് സദാസമയത്തും റബ്ബേ എൻ്റെ ഭാവി എന്താണ്, റബ്ബേ ഞാൻ ആരാണ് എന്ന് എപ്പോഴും. നിങ്ങൾ കണ്ടില്ലേ താജുലുമ്മ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കാണാൻ തുടങ്ങിയ എൻ്റെ നാടും താജുവിൻ്റെ നാടും ഒന്നാണ്, ഒരു കുടുംബമാണ്, ഒരയൽവക്കത്തെ വീടാണ്. അഥവാ ഈ വീടും ഈ കർട്ടൻ പോലെ വെറും ഒരു വേലിൻ്റെ മാത്രം വ്യത്യാസമുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് കാണുമ്പോൾ താജുമ വഫാത്താകുന്നവരെ പറയുന്നൊരു വാക്കുണ്ട്, ഈമാൻ കൽബ് ലംഘി ഭരിക്കാൻ ദ്വാരകയാണ്. കൽബ് ഈമാൻ കൊണ്ട് ലംഘിറാല് പ്രകാശിക്കുക. താജുവിൻ്റെ ആ ഭാഷ അങ്ങനെ തന്നെ പറയും. എൻ്റെ കൽബ് ഈമാൻ കൊണ്ട് ലംഘി ഭരിക്കാൻ ദ്വാരക്കണമെന്നായിരുന്നു. ഞാൻ ഇന്നലെ ഈ വിഷയം ഖത്തറിൽ പറഞ്ഞു. ഒരു 75 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ ഇതുവരെ ഈമാൻ സലാമത്താക്കാൻ വേണ്ടി ദ്വാരത്തിട്ടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റൂമിൽ ഞാനിത് ഈമാൻ സലാമത്താകലെന്ന വിഷയം കുറേ സംഭവങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞതാണ്, ഇതുവരെ ഈമാൻ സലാമത്താകുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഒരു 20-30 കൊല്ലം മുമ്പ് ഇതുപോലത്തെ ഒരു ദ്വാ സമ്മേളനത്തിൽ ഇവിടുത്തെ സംഭാവന ലീസ്റ്റുകൾ പരിശോധിക്കും. വായിച്ചാൽ മുഴുവൻ എന്താ ഉണ്ടാകുക? ഈമാൻ സലാമത്താക്കാൻ 10 രൂപ, ഈമാൻ സലാമത്താകാൻ ഒരു തേൻകുപ്പി, ഈമാൻ സലാമത്താകാൻ ഒരു കോഴി, എല്ലാത്തിനും ഈമാൻ സലാമത്താകുക, ഈമാൻ സലാമത്താകുക, ഈമാൻ സലാമത്താകുക. ഇന്നിവിടെ വന്നാൽ ലീസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക, ഒറ്റ ഒന്നിൽ ഈമാൻ സലാമത്താന്ന് എഴുതിയിട്ടുണ്ടാവും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഇന്നിവിടെ വന്ന സംഭാവന ലീസ്റ്റ് ഉണ്ടെങ്കിൽ വായിക്കുക. ഇന്ന് ഞാൻ കുറേ വേദികൾ പങ്കെടുത്തിട്ടുണ്ട്. ഒറ്റ ഒന്നിലും ഈമാൻ സലാമത്താകാൻ 1 ലക്ഷം 2 ലക്ഷം 4 ലക്ഷം 4 പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ ഇതൊക്കെ സംഭാവന ലീസ്റ്റ് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പിന്നെ കേക്കമലക്കലാണ്, തൽക്കലാണ് മഗ്‌രിബിൻ്റെ ഒപ്പം അവിടെ പരിപാടി. പക്ഷെ ഒറ്റൊന്നും ഈമാൻ സലാമത്താകാൻ ആരും എഴുതുന്നില്ല. എന്നാ മഹാനിമാം ബുഖാരി റളിയല്ലാഹു തആല സ്വഹീഹുൽ ബുഖാരി പറഞ്ഞതറിയോ, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്. യഥാർത്ഥ മുഅ്മിനാണോ സദാ സമയത്തും ഈമാൻ ചോർന്നു പോകുമോ, അവൻ ആശങ്കാകുലനാണ്, അവൻ മഹാബേജാറിലാണ്, ടെൻഷൻ, അവർക്ക് ഒരൊറ്റ ടെൻഷനേ ഉള്ളൂ, ഈമാൻ ചോർന്നു പോകുമോ, ഈമാൻ കോട്ടം സംഭവിക്കുമോ. വമാ അമിനഹു ഇല്ലാ മുനാഫിഖ്, അതിൽ യാതൊരു ടെൻഷൻ ഇല്ലാതിരിക്കുന്നു, അവൻ മുനാഫിഖാണ്. നഊദു ബില്ലാഹ്, റബ്ബനി കാത്ത് രക്ഷിക്കണേ അല്ലാഹ്,
നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഇന്നങ്ങ് തീരുമാനെടുക്കുക, മിക്കവാറും നാളെ സൂര്യൻ അസ്തമയത്തോടുകൂടെ റമദാൻ ചന്ദ്രപ്പിറ കാണാൻ സാധ്യതയുണ്ട് എന്നല്ലെങ്കിൽ മറ്റന്നാൾ എന്തായിരുന്നാലും മുസാബാം പൂർത്തിയായി, റമദാൻ ഒന്നായി. ഈ അന്നത്തെ രാത്രി ഞാൻ തറാവീഹ് മുടക്കൂല, അന്നത്തെ ഹദ്ദാദ് ഞാൻ ഒഴിവാക്കൂല. ഇതാ അഷ്റഖത്തിൽ ബിദായ അഷ്റഖത്തിൻ നിഹായ, തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി. മഹാനായ ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി തങ്ങൾ പറയുന്നതാണ്, അൽ ഫവാത്തി ഉൻവാനുൽ ഖവാത്തിം, തുടക്കം ഒടുക്കത്തിൻ്റെ മേൽ വ്യക്തമായി അറിയിക്കും. അപ്പം ആദ്യത്തെ ദിവസത്തെ മിക്കവാറും നാളെ റമദാൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ ആകുകയാണെങ്കിൽ ഞാൻ അന്ന് തന്നെ നാളത്തെ മഗ്രിബിനെ പള്ളിയിലെത്തി. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു സൂറത്തുൽ ഫത്ഹ് എന്ന വളരെ നല്ലതാണ്, ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ. ഹദ്ദാദ് ആദ്യത്തെ രാത്രി തന്നെ ഞാൻ 30 ദിവസം ഹദ്ദാദിന് പോകും. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കും. നോമ്പൊരൊറ്റൊന്നും ഞാൻ ഖളാക്കൂല. ഞാൻ മറ്റന്നാളെ ഞായറാഴ്ച ഗൾഫിൽ പോകും. ടിക്കറ്റ് എടുക്കും പറഞ്ഞ് നിസ്കാരം മുടക്കുന്ന ഒരു ഫ്ലൈറ്റ് വേണ്ട, ജമാഅത്ത് തുടങ്ങുന്ന അപ്പോൾ 7:20 ഫ്ലൈറ്റ് ഉണ്ട്. 45 സുബഹിസ്കരിച്ച് വന്ന് ഉറപ്പെട്ട ളുഹ്റാവുമ്പോഴേക്ക് അബുദാബിയിൽ എത്താം. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സാക്കണം. നമുക്ക് ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത്. ഞാനൊരു ദിവസം സുബഹിസ്കരിച്ചാൽ സുബഹിൻ്റെ മുമ്പ് അത്താഴം കുറച്ച് നേരത്തെ കഴിക്കുക, എന്നിട്ട് ഒരമണിക്കൂർ മുമ്പ് ഒരു ജുസ് ഖുർആൻ ഓതുക. സുബഹിസ്കരിച്ചാൽ ഒരു ജുസ് ഖുർആൻ ഓതുക. ളുഹറിന് മുമ്പ് ഒരു ജുസ് ഖുർആൻ ഓതുക. ളുഹറിൻ്റെ ശേഷം ഒരു ജുസ്, അസറിന് മുമ്പ് ഒരു ജുസ്, അസറിൻ്റെ ശേഷം ഒരു ജുസ്, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ജുസ്, അങ്ങനെ 6 ജുസ്. അങ്ങനെ ആയാൽ 5 ദിവസം കൊണ്ടൊരു ഖത്മ് തീർക്കാൻ കഴിയും. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊക്കെ ഖത്മ് തീർക്കുന്നവരുണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ ഉപ്പാപ്പ വല്ലാത്ത മഹാനായിരുന്നു, തൃക്കരിപ്പൂർ ഷാഹുൽ ഹമീദ് അൽ ബുഖാരി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. നൂറുമ MA ഉസ്താദിൻ്റെ 10 കൊല്ലത്തെ ഉസ്താദാണ്. നൂറുമ MA ഉസ്താദിന് ഉപ്പാപ്പല്ലാത്ത ഒരൊറ്റ ഉസ്താദും ഇല്ല. നൂറുമ MA ഉസ്താദ് ഉപ്പാപ്പക്ക് മർത്തിയത്ത് ചെയ്തിട്ടുണ്ട്. ഉപ്പാപ്പൻ്റെ മക്ബറ തൃക്കരിപ്പൂർ ബീരിച്ചേരി പള്ളിയിലാണ് കെട്ടിപ്പൊന്തിച്ച മക്ബറ. അവിടെ മർത്തിയത്ത് കാണാം. ബഹ്റു ഇൽമിൻ എന്നാണ് നൂറുമ MA ഉസ്താദിൻ്റെ മർത്തിയത്തുള്ളത്. വിജ്ഞാന സാഗരം കടൽ എന്നാണ്. താജുലുമ ഉള്ളാൾത്ത് മുത്തബുല് തുടങ്ങാൻ പാപ്പയെ ക്ഷണിച്ച് വരുത്തിയത്. കണ്യത്ത് ഉസ്താദിനെപ്പോഴുള്ള മഹത്തുക്കൾ ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു. പാപ്പ റമദാൻ അല്ലാത്ത കാലത്തുള്ള ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. രാത്രിയുടെ പകുതി ഹയാത്താക്കും സ്ഥിരമായിട്ട്. നമ്മൾ രാത്രിയുടെ പകുതി ഹയാത്താക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഗീബത്തും നമീമത്തും പറഞ്ഞു. ഉപ്പാപ്പൻ്റെ ശൈലി എന്താ അറിയുക? മഗ്രിബിന് മുമ്പ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച്, റമദാൻ അല്ലാത്ത സമയത്താണ് ഞാൻ ഈ പറഞ്ഞത്. എന്നിട്ട് വലിയൊരു ജവന ചൂടുവെള്ളം കൊണ്ടുവന്ന് ഒന്നുണ്ടാക്കി മഗ്രിബ് നിസ്കരിച്ചാൽ ഇഷ വരെയും അവിടെ അതേ ഇരുത്തത്തിലിരുന്ന് ദിക്ർ ചൊല്ലി. ഇഷ ബാങ്ക് കൊടുത്ത ഉടനെ ഇഷ നിസ്കാരം കഴിഞ്ഞു, ഹദ്ദാദ് കഴിഞ്ഞു. 8 മണിയാകുമ്പോഴേക്കും ഉപ്പാപ്പ ഉറങ്ങിയിട്ടുണ്ടാകും. രാത്രി 12 മണിയാകുമ്പോൾ ഉപ്പാപ്പ എഴുന്നേറ്റിക്കും. 4 മണിക്കൂർ സുഖമായിട്ട് ഉപ്പാപ്പ കിടന്നുറങ്ങി. ബാക്കി 3/2 ഭാഗം ഉപ്പാപ്പ ഹയാത്താക്കും. പിന്നെ സുബഹി വരെ ഉപ്പ ഖുർആനാണ് ഓതും. നമ്മൾ രാത്രി 12 മണി വരെ മൊബൈലിൽ നോക്കി. അധിക പേരും രാത്രി 12 മണി ആകാറില്ലേ ഉറങ്ങാൻ? കുട്ടികളൊക്കെ അങ്ങാടി തിണ്ണയിലും പീടിക തിണ്ണയിലും പലയിടത്തും കളിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവർ, മസൂദ് സഖാഫി ആരെങ്കിലും ധരിച്ചിരുന്നോ? കഴിഞ്ഞ വ്യാഴാഴ്ച ധരിച്ചിരുന്നോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുത്തെ കമ്മിറ്റി യോഗം ചേർന്ന്, കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇതാ ഞായറാഴ്ച സുബഹി അവസാനത്തെ സുബഹിയാണെന്ന്. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥകൾ ആർക്കറിഞ്ഞു? അൻതും ആബാഉ അംവാത് വഅബ്നാഉ അംവാത് വഅമ്മാ ഖലീലിൻ അൻതും അംവാത്. ഇരിക്കുന്നവരൊക്കെ ഈ വർഷം എനിക്കുണ്ടായ മരണം, എനിക്ക് എൻ്റെ സ്വന്തം മകൻ സയ്യിദ് അഹ്മദ് തഖിയുദ്ദീൻ ബുഖാരി ഈ വർഷം 33 മരണപ്പെട്ടത്. എനിക്ക് രാവും പകലും കൂടെ നിന്നിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞാപ്പു ഹാജി
പ്രിയപ്പെട്ട തലക്കെടുത്തൂർ ബാവഹാജി, പ്രിയപ്പെട്ട ഉണ്ണിപ്പോക്കർ സാർ, പ്രിയപ്പെട്ട അഗത്തി ഉസ്താദ്, പ്രിയപ്പെട്ട അബ്ബാസ്, എന്നിങ്ങനെ എത്ര ആൾ, മസൂദ് സഖാഫി, എത്ര ആളുകൾ. മസൂദ് സഖാഫി ആരായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ നേരത്തെ ഉണർത്തിയില്ലേ? അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളുടെ വാല്യൂ. എത്ര ഉമ്മമാരാണ് അദ്ദേഹത്തെ പ്രിയം വെക്കുന്നത്, എത്ര ഉമ്മമാരാണ് അദ്ദേഹത്തിന് വേണ്ടി മനസ്സൊരുക്കി ദുആ ചെയ്യുന്നത്. ഇവിടെയും എത്ര സഹോദരിമാരാ നിറഞ്ഞിരിക്കുന്നു എന്ന് 2 LCD വെച്ചിട്ട്. കാരണം ഒക്കെ എന്തുകൊണ്ട്? അവരൊക്കെ ഫാത്തിഹോദി ദ്വാരക്കുകയാണ്. ഇതാണ് ഞാനും നിങ്ങളും ഹയാത്ത് കാലത്ത് വല്ലതും ചെയ്തു വെച്ചാൽ കുറേ വേദികൾ കിട്ടുന്ന സമയങ്ങളൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ കുറേ ഭൗതിക വിഷയങ്ങളിലല്ല. ഖുർആൻ പ്രഭാഷണം, ഓരോ പ്രഭാഷണത്തിലും എത്ര ആയത്ത് ഓതിയിട്ടുണ്ടാകും, എത്ര ഹദീസ് ഓതിയിട്ടുണ്ടാകും, എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും. ഒരു ദിവസം 2-2.5 മണിക്കൂറും വാഴ് പറയുമ്പോൾ എത്ര ആയത്തതിൽ ഓതിയിട്ടുണ്ടാകും, എത്ര ഹദീസ് ഓതിയിട്ടുണ്ടാകും, എത്ര തർളിയത്ത് ചൊല്ലിയിട്ടുണ്ടാകും. ആ ഓരോ സദസ്സിലും അത് കേട്ട് ഉൾക്കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ടാകും. വാഴിലൊക്കെ കേൾക്കുന്ന ഈ വാഴിൻ്റെ ഒക്കെ ഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. കേരള മുസ്ലിം ജമാഅത്തിലെ ഫൈനാൻഷ്യൽ സെക്രട്ടറി AP അബ്ദുൽ കരീം ഹാജി ഹഫിളഹുല്ലാ വറഅ, പൂർണ്ണാരുകൾ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ ഉമ്മാക്കൊരൊറ്റ മകനേ ഉള്ളൂ. കുട്ടിക്കാലം തൊട്ടേ തലയിൽ തൊപ്പിയിട്ട് ഒരൊറ്റ തഹജ്ജുദും ദുഹയും ഒഴിവാക്കാതെ. എന്തേ അങ്ങനെ? അത്തരം വലിയ സമ്പന്ന കുടുംബത്തിൽ മാത്രമല്ല, അവരെളാമൻ്റെ മക്കൾ 3 പേര്, അബ്ദുൽ അസീസ് ഹാജിയും കോയ ഹാജിയും അബ്ബാസ് ഹാജിയും, 3 പേരും അതേമാതിരി തൊപ്പിവിട്ട് താടിയും വെച്ച് ചെറുപ്പക്കാർ. എന്താ ഒരു തറവാട്ടിൽ ഇങ്ങനെ? ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, ചാലിത്ത് വാഴ നടക്കുമ്പോഴൊക്കെ ബാബാജി കരീമാജിൻ്റെ ഉമ്മ ആയിഷ ഹജ്ജുമ്മ, അവിടെ അഞ്ചെത്തി. ആയിഷ ഹജ്ജു മരിച്ച് 10-40 കൊല്ലമായി കാണണം, 10-18 കൊല്ലമായി കാണണം. എല്ലാ വാഴലും ചാലിത്ത് പോകും. എല്ലാ വാഴലും മക്കൾ നന്നാകാൻ വേണ്ടി എന്തെങ്കിലും സദഖ ചെയ്യും, ഉസ്താദ്മാരെ കൊണ്ട് ദ്വാരിപ്പിക്കും, ഉസ്താദിനടുത്ത് വഴുത് കേട്ട് കുട്ടിയൊക്കെ പറഞ്ഞ് കൊടുക്കും. അപ്പം ഈ വഴുത് കൊണ്ടൊക്കെ കിട്ടുന്ന നേട്ടങ്ങൾ എല്ലാവരും നന്നായില്ലെങ്കിലും ഒരാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ വിഷമിക്കുന്ന ഒരു സമയം, എൻ്റെ സ്ഥാപനത്തെ ഏറ്റവും പ്രിയപ്പെട്ട ക്യൂലാൻഡിലെ ഉസ്താദ് സൈനുദ്ദീൻ നിസാമി ക്യാൻസറായി. വളരെ സീരിയസായി. ഞാൻ ആകെ കൈവിട്ടോ എന്ന് കരുതി. റബ്ബേ തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ, ഷിഫയാക്കണേ അല്ലാ. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ വാർഡിൽ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ചില്ലറ ട്രീറ്റ്മെൻ്റ് അല്ല, എന്തോ ഒരു ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. കാരണം എന്തുകൊണ്ട്? ആ ലേഡി 10 കൊല്ലം മുമ്പ് എൻ്റെ ഒരു ക്ലാസ്സിൽ കൂടിയതാണ്. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്ത ദിക്ർ ഇപ്പോഴും ആ പെണ്ണ് ചെല്ലുന്നു, ആ ലേഡി ചെല്ലുന്നു. ആ ലേഡി, ആ ഡോക്ടർ എത്രമാത്രമാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്. ഒരു ഫിൽസ് പോലും ചെലവാകേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ ചികിത്സകളും സൗജന്യമാണ് എന്നല്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കാശുകൾ ചികിത്സകളൊക്കെ ഉണ്ട് പലതും. അത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. 10 കൊല്ലം മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടേഴ്സിന് ക്ലാസ് എടുത്തിരുന്നു. ആ ക്ലാസ്സിൽ കേട്ട ആ ഒരൊറ്റ കാര്യം, എനിക്കിതുകൊണ്ടൊക്കെയാണ് ഈ സംസാരത്തിൽ വലിയ താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ 2 ഡോക്ടർമാരും എന്നെ സ്നേഹിക്കുന്നവരാണ്. അതിൻ്റെ ആ ജീവിതത്തിൽ എനിക്ക് എത്ര തിരിച്ചു കിട്ടി. അപ്പോൾ ഇതിലൊക്കെ എത്രയോ സഹോദരിമാരുണ്ടാകും. 1-2 സഹോദരിമാർ നന്നാക്കാൻ തീരുമാനിച്ചാൽ സംഘാടകർക്ക് മുഴുവനും മുതലായി, എല്ലാം റാഹത്തായി. റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. നമുക്ക് ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തിന് ഓതി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. നിസൈൽ ആബിദ് മുസ്ലിയാരും ജില്ലാ ശനി ഉസ്താദും അതുപോലെ മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്നതാണ്. ദുആ സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു സദഖ നല്ലതാണ്. അപ്പോൾ ആരെങ്കിലും ഒരു 500 റുപ്യ നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, ആരെങ്കിലും ഉണ്ടാകും ഒരു 500 റുപ്യ നമ്മുടെ നാട്ടിൽ. എന്താ പ്രത്യേക ലക്ഷ്യത്തിലുണ്ടാകുക? ആരാണ്? റൌഫ് സഖാഫി. ഏക പെൺകുട്ടിക്ക് 5 വയസ്സ്, മൂത്ത കുട്ടിക്ക് 7 വയസ്സ്. ഇവരെ മകൻ ആക്സിഡൻ്റായിട്ട് പെരപ്പടി വാക്കറില്ല. 100
ഇന്നലെ നടന്നു, അൽഹംദുലില്ലാ. ഇനി ഒരു പ്രയാസവും ഇല്ലാതെ ആ ആക്സിഡൻറ്റ് മുമ്പുള്ള അവസ്ഥയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ആ മക്കൾ നമ്മുടെ മക്കളായി കാണാൻ കഴിയണം. ഇതുവരെയും ആ കുടുംബം കഴിഞ്ഞിരുന്നത് അവർക്ക് ജീവിതകാലത്ത് കിട്ടിയിരുന്ന ആ വരുമാനങ്ങളാണ്. ഇനി അവരുടെ കുടുംബത്തെ നോക്കേണ്ടത് നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയണം. ആ വിധവയായ ഭാര്യ, ആ കുട്ടികളെ കുടുംബത്തിന് അവരുടെ ആഗ്രഹമായിരുന്നു വീട്, അവരുടെ വഴിക്കടവിൽ വീടുണ്ടാക്കുക. അപ്പം ഇതൊക്കെയും എല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ആകുക. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ വല്ലാതെ വേദന ഉണ്ടാക്കിയ മരണമായിരുന്നു. ഞങ്ങളുടെ ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കടലുണ്ടി മുഹമ്മദ് കോയ തങ്ങളുടെ ഉപ്പ, ഞങ്ങൾ ബാവുത്തങ്ങൾ എന്നാണ് വിളിക്കൽ, കുഞ്ഞിക്കാക്കാന്നൊക്കെ വിളിക്കും. അവർ കവ്വായിൽ വെച്ച് മരിച്ചു. അങ്ങനെ പാപ്പ മയ്യത്ത് അവരുടെ നാട്ടിൽ തന്നെ മയ്യത്ത് മറവും ചെയ്തു, ശുഹദാക്കൾ എടുക്കൽ. അന്ന് ആ മുഹമ്മദ് തങ്ങളുടെ 7 കുട്ടികളൊറ്റാണ്. മൂത്ത കുട്ടിക്ക് മൂത്തങ്ങൾക്ക് 13-12 വയസ്സാണ്. 7 മക്കളും യത്തീം കുട്ടികളാണ്. ആ നാട്ടുകാർ അവർക്ക് വേണ്ടി കോഴിക്കോട് നടക്കാവിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തു. ഗൾഫിൽ നിന്ന് ആര് വന്നാലും ഫ്രിഡ്ജും ഗ്രൈൻഡറും. ഞങ്ങളെ തറവാട്ടിൽ തന്നെ ഏറ്റവും ആദ്യം ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ആ വീട്ടിലായിരിക്കും എത്തിയിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ആ കുടുംബം ഉണ്ടാവണം. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്നത് ചെയ്യണം. നമുക്ക് എപ്പോഴും അവരെ മനസ്സിൽ ഓർക്കണം. അർഹമുർ റഹീമായ അല്ലാഹ്, നീ അവർക്കെല്ലാ ഖൈറു ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഉസ്താദ് ഞാൻ തർക്കലിട്ട മദ്രസ അത് എളുപ്പത്തിൽ പൂർത്തീകരിക്കുക. ഇപ്പോൾ ഇവിടെ വെച്ചത് പിരിവടത്താൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് കുറേ ആൾക്കാർ ഏറ്റതാണല്ലോ. അപ്പോൾ മദ്രസ പഠനം സജീവാക്കുക എന്നല്ല, മദ്രസ എല്ലാ അർത്ഥത്തിലും 24 മണിക്കൂറും പ്രവർത്തന നിരതമായിരിക്കണം. അവിടെ കുട്ടികൾക്ക് ബഹുഭാഷ പഠിപ്പിക്കണം, തൊഴിൽ പഠിപ്പിക്കണം, അവരെ പെൺകുട്ടികൾക്ക് അവിടെ ക്ലാസ്സുകൾ നടക്കണം. അങ്ങനെ മദ്രസ സദാസമയത്തും പ്രവർത്തന നിരതരമായി കൊണ്ടുവന്നാൽ നമുക്ക് മഹല്ലത്തിൽ വലിയ ഒരു കേന്ദ്രമായി മാറ്റാൻ കഴിയും. അതിനൊക്കെ ഏറ്റവരൊക്കെ വേഗം നൽകി സഹായിക്കുക. ഇവരൊക്കെ ഉസ്താദിൻ്റെ ഭാഗം കേട്ടൊരു സഹോദരി മകൻ അതുപോലെ ഒരു ആലിമാകാൻ വേണ്ടി ഇത് എടുക്കന്നാണോ 200 രൂപ റബ്ബേ ആ ഉമ്മായുടെ മകൻ നീ നല്ലൊരു ആലിമാക്കണേ അല്ലാഹ്, മക്കളെല്ലാം പഠിച്ച് നല്ല സ്ഥാനത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. സനത് വാങ്ങി വന്ന ആളുകൾ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് താഴെ തന്നെയാണ് വാങ്ങിയിട്ട്. ഉസ്താദിനും തിരക്കുണ്ട്. മിഥിലാജ് അമാനി നമ്മളെ റൂഫ് സഖാഫി ഉസ്താദിൻ്റെ മകൻ 1, സ്വാദിഖ് സഖാഫി. വേഗം വരും, വേഗം ഇവിടെ തന്നെയാണ് വാങ്ങിച്ചാൽ മതി. ഇങ്ങോട്ട് വന്നോട്ടെ. അല്ലാഹു അക്ബർ. ഹാഫിൽ ആസിഫ് റസ അസ്ഹരി. ലുഖ്മാൻ ഹാഷിമി. ലുഖ്മാൻ ഇവിടല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ. റൂഫ് സഖാഫിൻ്റെ മകന് മുത്തവല്ല് പഠിക്കുന്നു മഅദിൽ. ഇത്തവണ എന്താ പേര്? മിൻഹാജ്. ഇൻഷാ അല്ലാഹ് ഉണ്ടോ ഇവിടെ? മിൻഹാജ് ഉഷാറാവണ്ടോ? നല്ല പെരുമ്പറമ്പിൽ മോഡലിൽ ഉഷാറാവണം ഇൻഷാ അല്ലാഹ്. കുറി 70 ആളറ്റ മുത്തവല്ല് നോട്ട് സെലക്ടർ അറിഞ്ഞിക്കണോ? 70 ആൾ മുത്തവല്ല് അഡ്മിഷൻ കിട്ടാതെ കുട്ടികളെ നന്നായി തിരഞ്ഞെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലോണം പഠിക്കുന്ന നല്ല കഴിവുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ്. അൽഹംദുലില്ലാ റബ്ബേ നമ്മുടെ പ്രവർത്തനമൊക്കെ ഇതിൻ്റെ കൺവീനർ ഹമീദ് സാഹിബ് മക്കളായിട്ടില്ല. റബ്ബനി സ്വാലിഹ മക്കളെ നൽകണേ അല്ലാഹ്, സ്വാലിഹ മക്കളെ നൽകണേ അല്ലാഹ്. ഞാൻ ഇന്നലെ രാത്രി പാതിരാ സമയം 11, 12 മണി വരെ കൊല്ലത്താണ്.
അവിടുന്ന് ട്രെയിന് പുറപ്പെട്ട് സുബഹിക്ക് തുടങ്ങിയിട്ട് ഇതുവരെയും ഓരോ പ്രത്യേകിച്ച് റമദാനാണല്ലോ, ഇനി നാളെ സുബഹി തൊട്ടിട്ട് ഇത് പ്രത്യേകിച്ച് ഷഹബാനാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് എരുമാട് ഉറൂസാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എരുമാട് ഉറൂസിൽ ഇത്തവണ സുൽത്താൻ മക്കാന്തോർ ഉസ്താദും ഇല്ല, ഈ വിനീതിന് പോകാൻ വേണ്ടി വല്ലാത്ത പ്രയാസം വിഷമം. കാരണം ഇതിന് വരണം എന്നെനിക്കൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. എരുമാട് ഉറൂസിന് വല്ലാതെ പ്രയാസം രേഖപ്പെടുത്തി ഇന്നാ പോയാൽ ഒരൊറ്റ പരിപാടി ഒന്നും നടക്കൂല. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ മസൂദ് സഖാഫിയോടും ഈ പ്രദേശത്തോടും അതുപോലെ തന്നെ ഈ സംരംഭത്തോടൊക്കെ താല്പര്യം കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ജൈനുൽ ആബിദീൻ മുസ്ലിയാരുടെയും, നിങ്ങൾ സഖാഫിയല്ലേ, അഹ്സനി ജൈനുൽ ആബിദീൻ അഹ്സനി ഉസ്താദ് അവരുടെ ജേഷ്ഠ സഹോദരനാണ്. അത്ര അവർ അഞ്ചൻ ഇർഫാനിയാണ്. ആ വാപ്പായുടെ മക്കൾ എല്ലാവരും പണ്ഡിതന്മാരാണല്ലോ അല്ലേ? എത്ര മക്കളാണ്? 3 മക്കളും ആലിമീങ്ങളാണ് എന്നത് അർഹമുർ റഹീമായ അല്ലാഹ് ഇനി അവർ രണ്ടുപേരും അതേ സ്ഥാനത്തേക്ക് ഇർഫാനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജൈനുൽ ആബിദീൻ അഹ്സനിയും അതുപോലെ തന്നെ ഈ മസൂദ് സഖാഫിയുടെ 3 മക്കളെയും 2 ആൺമക്കളെ പേരെന്തൊക്കെയാണ്? അബ്ദുള്ള ഉവൈസ്, അബ്ദുള്ള ലബീബ്, ഫാത്തിമ, ദിശ. അള്ളാഹ് അവരൊക്കെയും ഉന്നത സ്ഥാനത്തിൽ എത്തിക്കടേ അള്ളാഹ്, ഉന്നത സ്ഥാനത്തിൽ എത്തിക്കടേ അള്ളാഹ്. എം കുഞ്ഞഹമ്മ ഹാജി അവരെപ്പോലുള്ള ഉമറാക്കൾ, സീരത്ത് അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട റസാഖ് ഹാജി, ധാരാളം ആളുകൾ നമ്മിന്ന് മരണപ്പെട്ടവരുണ്ട്. കുഞ്ഞുമോൻ ഫൈലി, അതുപോലെ മൂന്നിയൂര് കുഞ്ഞി മുസ്ലിയാർ, അതുപോലെ തന്നെ ധാരാളം CK നഗറിലെ സിദ്ദീഖ് ഹാജി, അതുപോലെ തന്നെ സൈദലവി ഹാജി, ഹംസത്ത് ഹാജി, അതുപോലെ തന്നെ ഹാജിയുടെ മകൻ മുസ്തഫ, അങ്ങനെ തുടങ്ങി കുറേ ആളുകൾ അടുത്താൻ നമ്മോട് വിട പറഞ്ഞവരുണ്ട്. അവരുടെ ഒക്കെയും ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضاها بها يا رب العالمين، وصلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفرنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. أوصل اللهم ثواب ما صليناه وما هدينا وما قرأناه من القرآن العظيم إلى حضرة نبيك المصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترته إلى يوم الدين، وأصحابه ساداتنا البدريين والأهديين، بقية الصحابة والقرابة، وإلى حضرات أرواح مشايخنا مشايخنا ومشايخ السلسلة القادرية والاتفاقية والنقشبندية والشاذلية والسهروردية وأصولهم وفروقهم وسائر خواص عبادك خاصة أرحم الراحم. وإلى حضرة شيخنا قطب الزمان مولى الدبير المنبرمي قدس الله تعالى العزيز، وإلى حضرات أرواح أصوله وفصوله وأقواله وكافة أهل بيت رسول الله صلى الله عليه وسلم، وأجدادنا وجداتنا وعمامنا وعماتنا وأخوالنا وخالاتنا وكافة المؤمنين والمؤمنات أرحم الراحم يا الله. ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാർ മശായിഖുമാർ വലിയ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ അയൽവാസികൾ റബ്ബേ ഞങ്ങളെല്ലാവരെയും റബ്ബേ ഞങ്ങൾ ഈ ലോകത്തോട് കഴിഞ്ഞ ഞായറാഴ്ച സുബഹിക്ക് വിട പറഞ്ഞ ഈ നാട്ടിൽ ദർസ് നടത്തിയ നാട്ടുകാരുടെ പ്രിയങ്കരനായ ആയുഷ്കാലം മുഴുവനും ചെറുപ്പത്തിലെ ഹിഫ്ള് പൂർത്തീകരിച്ചു പള്ളി ദർസുകളിൽ ഓതി 10-14 കൊല്ലത്തോളം ചെറപ്പാലത്ത് ദർസ് നടത്തി, പിന്നീട് ഇവിടെ ദർസ് നടത്തി. ഈ മഹല്ലത്തുകളൊക്കെയും ഈ രൂപത്തിൽ ജലക്ഷങ്ങൾക്ക് ഹിദായത്തിൻ്റെ പ്രഭാഷണം നൽകി. റബ്ബ് അതെല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്.